പാലക്കാട് ബി.ജെ.പിക്കൊപ്പം വിജയാഘോഷത്തിൽ നൃത്തം ചെയ്ത എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വിശദീകരണവുമായി രംഗത്ത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദപ്രകടനത്തിൽ പങ്കെടുത്തത് പാർട്ടി നോക്കിയല്ലെന്ന് അഞ്ജു പ്രദീപ്. വ്യക്തിപരമായ ബന്ധങ്ങൾ കാരണമാണ് ഒപ്പം നൃത്തം ചെയ്തത്. ഇത്രയും വലിയ വിവാദമാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും അഞ്ജു പ്രദീപ് പറഞ്ഞു. എൻ്റെ സുഹൃത്തായ സ്നേഹ രാമകൃഷ്ണൻ്റെ ബി.ജെ.പിയിൽ അവർ 6-ാം വാർഡിലാണ്, കാരാവുച്ചി 6-ാം വാർഡിലാണ് ജയിച്ചു നിന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയതാണ്. അല്ലാതെ ഞാൻ എൻ്റെ പാർട്ടിയെ ഒഴിവാക്കിയിട്ടോ പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോയതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടുള്ളത്. അത് ആ ചേച്ചിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയി എന്നുള്ളത് സംഭവം ശരിയാണ്. ആ ചേച്ചീൻ്റെ കൂടെ ഞാൻ വർഷങ്ങളായി ഞാൻ തിരുവാതിരക്കളി, കൈകൊട്ടിക്കളിയൊക്കെ കളിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയക്കാർ ഇതിൽ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവരും നമുക്കറിയില്ലായിരുന്നു. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സാജിദ്, നർത്തകർ തമ്മിലുള്ള സൗഹൃദം മാത്രമാണ് ഇതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. അവർക്ക് ഇതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൗഫൽ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ തിരുവാതിരക്കളിയോ കൈകൊട്ടിക്കളിയോ മാതിരി ഉള്ള ഒരു കളിയായാണ് അവർ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തെയും കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ തൻ്റെ പരാജയം ഉറപ്പാക്കിയ ശേഷം അവർ നേരെ പോകുന്നത് ഈ മറ്റൊരു പഞ്ചായത്തിൽ, അതായത് ഇവർ മണ്ണാർക്കാട് നഗരസഭയിലെ 24-ാം വാർഡിൽ നിന്നാണ് മത്സരിച്ച് പരാജയപ്പെട്ടത്. പരാജയം ഉറപ്പായതോടുകൂടി കാരാവുർഷി പഞ്ചായത്തിലെ 6-ാം വാർഡിലെ സ്നേഹ എന്ന BJP സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. ഇവർ പറയുന്നത് ഈ ഒരുപാട് കാലത്തെ സൗഹൃദമാണ്. ഈ ഡാൻസിലും മറ്റും ഒരുമിച്ചുണ്ടാകാറുണ്ട്, തിരുവാതിരയ്ക്കും കൈകൊട്ടിക്കളിക്കും ഉണ്ടാകാറുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലും കാണുന്നത് പോലെ ഈ ഒരു നൃത്തവും ഈ തിരുവാതിര പോലെയുള്ള ചില പ്രകടനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗഹൃദം എന്നുള്ളതിനപ്പുറത്ത് രണ്ട് വ്യത്യസ്ത പാർട്ടികളാണ്, രണ്ട് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങിനല്ല പോകുന്നത്. തെരഞ്ഞെടുപ്പ്, ഈ BJPയുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിലാണ് പങ്കെടുക്കുന്നത്. അതിൻ്റെ ഗൗരവം അവർ ഇപ്പോഴും ഉൾക്കൊണ്ടല്ല സംസാരിക്കുന്നത്. താൻ ഇപ്പോഴും CPM-കാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണ്, പാർട്ടി മാറിയിട്ടില്ല എന്നെല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ NN കൃഷ്ണദാസ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, നമ്മോട് സംസാരിച്ചപ്പോൾ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണിതെന്നും ഇത് പാർട്ടി പരിശോധിക്കുമെന്നും പറയുന്നുണ്ട്. ഈ അഞ്ജു പാർട്ടി മെമ്പറല്ല, അവരുടെ ഭർത്താവ് പാർട്ടി അംഗമാണ്. എന്തായാലും അത്ര ഒരു ഈ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി അല്ല അവർ ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. പരാജയം ഉറപ്പാക്കിയതോടുകൂടി BJP സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത്. മണ്ണാർക്കാട് നഗരസഭയിൽ തന്നെ CPM-ന്റെ 8 സ്ഥാനാർത്ഥികൾ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച 8 സ്ഥാനാർത്ഥികൾ വിജയിച്ച് അവിടെ ആഹ്ലാദവും മറ്റും ഉണ്ടായിരുന്നു. അതിൽ അഞ്ജു പങ്കെടുത്തിട്ടുമില്ല.